ഹലോ ക്യൂട്ടീസ്. അപ്പം കളറിനെ കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ചൊരു കാണിച്ചുകൊണ്ട് നമുക്ക് പഠിച്ചാലോ. എല്ലാം ബേസിക്കാണ് കേട്ടോ. ഓയിൽ പെസ്റ്റൽ, അക്രിലിക് കളർ, വാട്ടർ കളർ, പിന്നെന്തുവാ നമ്മുടെ പെൻസിൽസ്, ഇതെല്ലാം കണ്ട് കൺഫ്യൂഷനായി. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമില്ല. ഇതിനകത്ത് എന്താണെന്നുള്ള ഓരോ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ഓയിൽ പെസ്റ്റൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെച്ച് നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. കാണിച്ചു തരട്ടെ. ഫസ്റ്റ് വൺ ഓയിൽ പെസ്റ്റൽ. ഇതാണ് ഓയിൽ പെസ്റ്റൽ എന്ന് പറയുന്നത്. ഇങ്ങനത്തെയാണ് കേട്ടോ. നെക്സ്റ്റ് ആണ് നമ്മുടെ കളർ പെൻസിൽ എന്ന് പറയുന്നത്. കളർ പെൻസിൽ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ കളർ പെൻസിൽസ്. കളർ പെൻസിൽ നിങ്ങൾക്ക് കളയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഞാൻ ഇത് വെച്ച് കാണിച്ചത്. അതിനെ ലൈറ്റോ ഡാർക്കോ ഏത് ഷെയ്ഡ് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് വെക്കാം. ഇതാണ് നമ്മുടെ കളർ പെൻസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇഷ്ടംപോലെ ഷെയ്ഡുകളെല്ലാം ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിൻ്റെ തന്നെയാണ് വേറെയുള്ളത്. സ്റ്റെഡ്ലേഴ്സ് ഉണ്ടോ? ഇങ്ങനത്താണ് സ്റ്റെഡ്ലേഴ്സ് കേട്ടോ. കളർ പെൻസിൽ പോലെ തന്നെയാണ്. ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ നോക്കാം. ഇതും അതുപോലെ തന്നെ ഇതേണ്ടേ വാട്ടർ കളർ ഉണ്ടോ? ഇതാണിത് കേട്ടോ. പോസ്റ്റർ കളർ, ഇങ്ങനെ ബോട്ടിലുകളിൽ പോസ്റ്റർ കളർ കേട്ടോ. ഇതൊക്കെയാണ് പോസ്റ്റർ കളേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഫാബ്രിക് കളർ എഴുതിയിട്ടുണ്ട്. ഫാബ്രിക്കിന് വേണ്ടിയുള്ള കളേഴ്സ്. അത് ഇതുപോലത്തെ ഷെയ്ഡ്സൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ഇങ്ങനത്തെ കളേഴ്സ് ഉണ്ട്. ഇതാണ് നമ്മുടെ അക്രിലിക് കളേഴ്സ്. അങ്ങനത്തെ പേസ്റ്റൽ കളേഴ്സ് കിട്ടും. പിന്നെ ഇതുപോലത്തെ ഗോൾഡൻ കളേഴ്സ് കിട്ടും. മെറ്റാലിക് കളർ എന്ന് പറയുന്നത് മെറ്റാലിക് എന്ന് പറയുന്നത് കേട്ടോ. ഇത് കൂടാതെ വാട്ടർ കളേഴ്സ്, ഇതുപോലത്തെ ട്യൂബുകളിൽ കിട്ടുന്ന വാട്ടർ കളർ. ഇത് വാട്ടർ കളേഴ്സാണ് കേട്ടോ. പിന്നെ ഇതുപോലത്തെ അക്രിലിക് മാർക്കേഴ്സ് കിട്ടും. പിന്നെ ആൽക്കഹോൾ മാർക്കേഴ്സ് ഇങ്ങനത്തെ ഉണ്ടോ. ഇത്രയാണ് മീഡിയം എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനത്തെ ബ്രഷുകളാണ് ഉണ്ടോ. ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് ബ്രഷ് ഉണ്ടോ. ഇങ്ങനത്തെ ഫ്ലാറ്റായിട്ടുള്ള ബ്രഷ് കേട്ടോ. പിന്നെ ഉള്ളതാണ് ഇതുപോലത്തെ ബ്രഷുകൾ. കിട്ടും. പിന്നെ ഇത് വളരെ തിന്നായിട്ടുള്ള ബ്രിസിൽസുള്ള ബ്രഷ്. പിന്നെ ഇതുപോലത്തെ ബ്രഷ്. പിന്നെ ഇതൊക്കെയാണ് മെയിൻ ബ്രഷസ് എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ ഇതുപോലത്തെ ബുക്കുകൾ കേട്ടോ. ബുക്കുകൾ ഇപ്പം ഏതൊക്കെ ബുക്കുകളാണെന്നുള്ളതാണ്. ഇങ്ങനത്തെ പേപ്പേഴ്സ്, ലൂസ് പേപ്പേഴ്സ് മേടിച്ച് ഇങ്ങനത്തെ പേപ്പേഴ്സ് അതിൻ്റെ സൈസനുസരിച്ച് പേപ്പേഴ്സ് നിങ്ങൾക്ക് ഡ്രോയിങ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ സ്കെച്ച് ബുക്കുകൾ, ഇതൊക്കെ ഇങ്ങനെ സ്കെച്ച് ബുക്കുകൾ കാണാം. ഇങ്ങനത്തെ കുറേ സ്കെച്ച് ബുക്കുകൾ കാണാം. അതെ, നമ്മൾ ചെയ്ത നമ്മുടെ സ്കെച്ച് ബുക്കുകൾ, ഇങ്ങനത്തെ സ്കെച്ച് ബുക്കുകൾ. പിന്നെ അല്ലെങ്കിൽ ഇങ്ങനത്തെ എറിഞ്ഞെടുക്കാൻ പറ്റുന്ന, ഇതിങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന പാഡുകളാണ്. അപ്പം ഇതിന് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ചിലതൊക്കെ നല്ല സ്മൂത്തും ആയിരിക്കും സർഫസ്.
ചിലതിൻ്റെ കണ്ടാൽ എങ്ങനെയെന്ന് അറിയാമോ, റഫായിട്ടുള്ള ദേ ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെ കണ്ടാൽ തന്നെ കാണാം ചെറിയ ഗ്രെയിൻസ് കാണും, ടെക്സ്റ്റൈൽഡായിട്ടുള്ള റഫായിട്ടുള്ള സ്ട്രക്ചർ. ഇത് നമ്മൾ 2 രീതിയിലുള്ള മീഡിയമാണ് 2 രീതിയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ദേ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. പല ബുക്കിനകത്ത് ഇങ്ങനെ കാണാൻ പറ്റുവേ, ഇങ്ങനെ ടെക്സ്ചർ ടൈപ്പുള്ള. നിങ്ങളുടെ ഇഷ്ടമാണ് ഇതിലേതെങ്കിലും ഒരെണ്ണം ഒന്ന് ചൂസ് ചെയ്യാമെന്നുള്ളത് കേട്ടോ. അപ്പം പക്ഷേ ഉണ്ടോ, പിന്നെ ഒരു കാര്യം കണ്ടോ, ഓരോ ബുക്കിലും ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും. ഡിഫറെൻറ്റ് ബുക്കായിരിക്കും, പലതിൻ്റെയും ഡീറ്റെയിൽസ് ഇതുണ്ടോ, A5 300 GSM കോൾഡ് പ്രസ്ഡ് 24 ഷീറ്റ്സ് ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. അതുപോലെ ഏതൊക്കെ മീഡിയം എന്നും എഴുതിയിട്ടുണ്ട്. ഐഡിയൽ ഫോർ ഗോച്ചെ, അക്രിലിക്, ഇങ്ങനെയൊക്കെ ഒരു പോസ്റ്റർ കളർ, മിക്സഡ് മീഡിയ, ഇങ്ങനെ പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും. സൈസും മെൻഷൻ ചെയ്തിട്ടുണ്ട്. വാട്ടർ കളർ ബുക്ക് 300 GSM കോൾഡ് പ്രസ് മീഡിയം സർഫസ് ഹാസിൽ ഫ്രീ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് സൈസ് എഴുതിയിരിക്കുന്നത് A5. ഇതുപോലത്തെ നോർമൽ ഇങ്ങനത്തെ ബുക്കുകൾ വെച്ച് നമുക്ക് ഡയറിയിൽ ചെയ്യാൻ പറ്റും. അപ്പം ഏറ്റവും വലിയ ഇതെന്ന് നമ്മൾ കോൾഡ് പ്രസ്, അതായത് ഈ വാട്ടർ കളർ ബുക്ക് എന്ന് പറയുന്നത്, വാട്ടർ കളറിന് മാത്രമാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. അപ്പം അല്ലെങ്കിൽ മറ്റേതിനകത്ത് വെച്ച് സ്പ്രെഡായി പോകും, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അല്ലാതെ ഇതുണ്ട്, ഇത് ഒഹുഹുവിൻ്റെയാണ് മാർക്കർ. പക്ഷേ ഇത് മാർക്കർ പാടാണ്, അതായത് ഇതിൻ്റെ GSM 150 ഉള്ളൂ. പക്ഷേ ഇത് മാർക്കർസിന് വേണ്ടിയാണ് മെയിൻലി യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് പുതിയതാണ്, മേടിച്ചിട്ടില്ലാത്തതുകൊണ്ട്. ഇതാണ് മാർക്കർ പാടെന്ന് പറയും കേട്ടോ. കണ്ടോ, ഇത് മാർക്കർ പാടുന്നത്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസമാണ്, മനസ്സിലായോ? പിന്നുള്ളതാണ് ഇങ്ങനത്തെ പാലറ്റുകൾ. ഒന്നുമില്ല ഇങ്ങനത്തെ പാലറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ വല്ല പാലറ്റ്. കാരണം ഇതിനകത്താണെങ്കിൽ ഈ സാധനം ഇങ്ങനെ ഈ സാധനം മാർക്ക് പോകത്തില്ല നമ്മൾ വാഷ്. അപ്പം നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ സാധാരണ കളറിന് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ റീസെൻ്റ് ഒരു സാധനം മേടിച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. ഇത് അവിടെ ഇങ്ങനത്തെ ടിയർ ഓഫ് പേപ്പർ പാലറ്റ് എന്ന് പറയുന്നത് ഈസി വേ ടു കളർ യൂസ്ഡ് പല സൂറ്റബിൾ ഫോർ ഓയിൽ, അക്രലിക്, വാട്ടർ പ്രൂഫ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇതിങ്ങനത്തെ സാധനം ഇങ്ങനെ ടിയർ ഓഫ് ചെയ്യുന്ന പേപ്പേഴ്സ് ഉണ്ട്. ഇങ്ങനെ ടിയർ ഓഫ് ചെയ്ത് ഇങ്ങനത്തെ കളർ ഇതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാണ് അടുത്തത് കണ്ടോ, ടിയർ ഓഫ് ചെയ്യാൻ പറ്റും. അതെ, ഇത് യൂസ് ചെയ്യും. ഇതില്ലെങ്കിൽ നിങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കത് കൺവീനിയൻ്റ് ആവും. ഇങ്ങനത്തെ എന്തെങ്കിലും വെള്ളം ഇങ്ങനെ എന്തെങ്കിലും സാധനത്തിനകത്തോ അല്ലെങ്കിൽ നമ്മളിതിൻ്റെ ഇങ്ങനത്തെ കുപ്പികളോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്ത് നമുക്ക് വെള്ളം യൂസ് ചെയ്യാം. അതിൻ്റെ അകത്തൊരു വൃത്തികേടായിട്ടിരിക്കാൻ കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ മെയിൻലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇനി നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഏത് മീഡിയം വേണം, ഇത് അക്രിലിക് വേണോ, പോസ്റ്റർ കളർ വേണോ, അതോ വാട്ടർ കളർ വേണോ, അതോ എന്ത് വേണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇഷ്ടം എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുക, നമ്മൾ ബേസിക്കായിട്ട് തുടങ്ങുക കേട്ടോ. പിന്നെ വളരെ സിമ്പിൾ രീതിയിൽ തുടങ്ങുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീഡിയം യൂസ് ചെയ്യുക. വളരെ ലൈറ്റായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പെൻസിൽ സ്കെച്ചിങ് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. എത്രയൊക്കെ ആവശ്യമുള്ളൂ. വലിയ കളറിൻ്റെ ആവശ്യമൊന്നും നമുക്ക് വരില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ചെറിയ റിയലിസ്റ്റിക് ആകണമെന്നോ അങ്ങനെയൊന്നും നിർബന്ധമൊന്നും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചെയ്ത ശേഷം പറയൂ കേട്ടോ.